വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. യുഎഇയിൽ കനത്ത മഴയാണ്. റൺവേയിൽ വെള്ളം കയറി ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താത്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. 45 വിമാനങ്ങൾ റദ്ദാക്കി. ദുബായിലേക്ക് വരുന്ന മുഴുവൻ വിമാനങ്ങളും കാലാവസ്ഥ മെച്ചപ്പെടുന്നതുവരെ സമീപ എയർപോർട്ടുകളിലേക്ക് തിരിച്ചുവിടും. ദുബായ് മെട്രോ സർവീസുകളും തടസ്സപ്പെട്ടു. അബുദാബി, ദുബായ്, ഷാർജ തുടങ്ങിയ നഗരങ്ങളെല്ലാം രൂക്ഷമായ വെള്ളക്കെട്ടിലാണ്. കനത്ത മഴയിൽ യുഎഇയിലെ ജനജീവിതം താളം തെറ്റി. റോഡ് ഗതാഗതം മുതൽ വിമാന സർവീസുകളെ വരെ മഴ ബാധിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം അരമണിക്കൂറോളം നിർത്തിവെക്കേണ്ടി വന്നു. 45 വിമാനങ്ങൾ റദ്ദാക്കി. ദുബായ് മെട്രോ സ്റ്റേഷനുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മെട്രോ സർവീസുകൾ റദ്ദാക്കി. റെഡ് ലൈനിൽ യുഎഇ എക്സ്ചേഞ്ച് മുതൽ ഇന്റർനെറ്റ് സിറ്റി വരെയുള്ള സർവീസ് നിലച്ചുവെന്ന് RTA അറിയിച്ചു. 7 എമിറേറ്റുകളിലും ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. തെക്കൻ ലൈനിൽ കനത്ത ആലിപ്പഴ വർഷവും അനുഭവപ്പെട്ടു. ദുബായ്, ഷാർജ, അജ്മാൻ എന്നിവിടങ്ങളിലെ പ്രധാന റോഡുകളെല്ലാം വെള്ളത്തിലായി. പലയിടങ്ങളിലും റോഡിന് നാശനഷ്ടം നേരിട്ടതിനാൽ പാതകൾ അടച്ചു. റാസൽ ഖൈമയിലും ഉമ്മുൽ ഖുവൈനിലും മണ്ണിടിച്ചിലിൽ റോഡുകൾ തകർന്നു. കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം നേരിട്ടു. മേൽക്കൂര തകർന്ന് ബഹുനില കെട്ടിടങ്ങളിൽ വരെ ചോർച്ച അനുഭവപ്പെട്ടു. വെള്ളക്കെട്ടിൽ 100 കണക്കിന് വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. മഴ ശക്തമാകുമെന്നതിനാൽ വീടുകളിൽ തന്നെ തുടരാനാണ് UAE ദേശീയ ദുരന്ത നിവാരണ സമിതിയുടെ നിർദ്ദേശം. രാത്രിയിലും വ്യാപക മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. നാളെ വടക്ക് കിഴക്കൻ എമിറേറ്റുകളിൽ മഴ തുടരും. കാലാവസ്ഥാ മുന്നറിയിപ്പിനെ തുടർന്ന് സ്കൂൾ പഠനം ഓൺലൈനിലേക്ക് മാറ്റിയിരുന്നു. സർക്കാർ ജീവനക്കാർക്ക് നാളെയും വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുമതി നൽകി. ഗൾഫ് മേഖലയിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായി UAEക്ക് പുറമെ ഒമാൻ, ബഹ്റൈൻ, ഖത്തർ, സൗദി എന്നിവിടങ്ങളിലും മഴ തുടരുകയാണ്. മീഡിയ 1 ദുബായ്. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ ശക്തമായ മഴ തുടരുകയാണ്. 3 ദിവസങ്ങളിലായി പെയ്ത മഴയിൽ 12 കുട്ടികളുടേതടക്കം 18 ജീവനുകളാണ് സുൽത്താനേറ്റിൽ പൊലിഞ്ഞത്. റോയൽ ഒമാൻ പോലീസിന്റെയും സിവിൽ ഡിഫൻസ് ആംബുലൻസ് അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ ഊർജിതമായ രക്ഷാപ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ആയിരക്കണക്കിന് ആളുകളെ വിവിധയിടങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. ദുബായിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീനും ഒപ്പം തന്നെ ഒമാനിൽ നിന്ന് ബിനു എസ് കൊട്ടാരക്കരയുമാണ് നിലവിലെ സ്ഥിതിഗതികൾ നമുക്ക് പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കാനായിട്ട് ചേരുന്നത്. ആദ്യം ഷിനോജിലേക്കാണ് കടക്കുന്നത്. ഷിനോജ്, കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ജനജീവിതത്തെ വളരെയധികം ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മിഡിൽ ഈസ്റ്റിലെ മഴ എന്ന് പറയുന്നത്. ഇപ്പോൾ ദുബായ് എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഇന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനമടക്കം ഭാഗികമായി നിലച്ചിരിക്കുന്ന അവസ്ഥയാണുള്ളത്. എന്താണ് നിലവിലെ സാഹചര്യം? ശക്തമായ മഴ തന്നെയാണോ തുടരുന്നത്? ഫരിഷ, യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. അല്പസമയം മുമ്പ് വരെ ഇടിവെട്ടി മഴ പെയ്യുകയായിരുന്നു. നമ്മൾ പറയുമല്ലോ, ഈ ഇരുട്ടുകുത്തി മഴ പെയ്യുക എന്ന് പറയുമല്ലോ, അത്തരത്തിലുള്ള ഒരു മഴയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ യുഎയുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ലഭിച്ചത്. പെട്ടെന്ന് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി ശക്തമായ മഴയും അതോടൊപ്പം തന്നെ ആലിപ്പഴ വർഷവും ഇടിവെട്ടും പെട്ടെന്ന് ഈ വെള്ളക്കെട്ടും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് യുഎയുടെ പല നഗരങ്ങളിലും ഉണ്ടായിരുന്നത്. രാവിലെ മുതൽ അത്തരമൊരു അവസ്ഥയാണ്. ഇന്ന് ജോലിക്ക് പോകാനും മറ്റും പുറപ്പെട്ടവരെ വരവേറ്റത് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന അവരുടെ സ്ട്രീറ്റുകളാണ്. പലർക്കും ജോലി സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. സർക്കാർ ജീവനക്കാർക്ക് ഇന്നും നാളെയും വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള അനുമതി ദുബൈയിലും അബുദാബിയിലും മറ്റ് എമിറേറ്റുകളിലും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഫാരിഷ സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ദുബൈയിലേക്ക് വരുന്ന ഒട്ടുമിക്ക വിമാനങ്ങളും വഴിതിരിച്ചു വിടുന്നു എന്നുള്ളതാണ്. മുഴുവൻ വിമാനങ്ങളും ദുബൈയിലേക്ക് വരുന്ന വഴി തിരിച്ചു വിടാനാണ് ദുബൈ വിമാനത്താവള അധികൃതരുടെ തീരുമാനം. കാലാവസ്ഥ ഒന്ന് മെച്ചപ്പെടുന്നത് വരെ അത് തുടരും. സമീപത്തെ അവൈലബിൾ ആയിട്ടുള്ള വിമാനത്താവളങ്ങളിലേക്ക് ഈ വിമാനങ്ങൾ തിരിച്ചുവിടുകയും ഇവിടുന്ന് പുറപ്പെടുന്ന വിമാനങ്ങൾ പരമാവധി സമയം പാലിച്ച് പുറപ്പെടാനും ഉള്ളൊരു ശ്രമമാണ്. അതുകൊണ്ട് തന്നെ നാളെയും വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനത്തിൽ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ചില വിമാനങ്ങൾ നാളെ റദ്ദാക്കാനും സാധ്യതയുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഇന്ന് തന്നെ വിമാനത്താവളത്തിൻ്റെ റൺവേയിൽ വെള്ളം നിറയുകയും പല വിമാനങ്ങളും വെള്ളത്തിലൂടെ ഓടുന്നതുമായിട്ടുള്ള വീഡിയോകളിൽ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് 25 മിനിറ്റോളം വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നത്. ഇതേ തുടർന്ന് 45 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. അറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നാണ് ദുബായ്. അവിടേക്ക് ഓരോ നിമിഷവും വിമാനങ്ങൾ നിരവധി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥിതി നാളെയും തുടരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നാളെ ഉച്ചവരെ
UAEയുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് വടക്കൻ എമിറേറ്റുകൾ, കിഴക്കൻ മേഖല എന്നിങ്ങനെ ആയിരിക്കും നാളെ മഴ. ഇന്ന് രാത്രിയും വ്യാപകമായി UAEയുടെ മറ്റു പല ഭാഗങ്ങളിലും മഴയുണ്ടാകും. സ്ഥിരമായി മഴ ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് അലൈനിലും ഇപ്രാവശ്യവും കനത്ത മഴയായിരുന്നു. വലിയ തീർച്ചയായും ഷിനോജ്, തെക്കേ അലൈനിലടക്കം കനത്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പം നമുക്കറിയാം UAE സംബന്ധിച്ച് ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ അവിടുത്തെ റോഡുകളൊക്കെ നിറഞ്ഞ കവിയും. അപ്പോൾ അത്രത്തോളം ജനജീവിതവും ദുസ്സഹമാകും. ഈ ന്യൂനമർദ്ദം തന്നെയാണോ ഈ മഴയ്ക്ക് കാരണമായിട്ട് പറയുന്നത്? ഒപ്പം തന്നെ എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് ജനങ്ങൾക്കായിട്ട് നൽകിയിട്ടുള്ളത്? ഒരാഴ്ച മുമ്പേ ഇത്തരത്തിൽ ഈ ദിവസങ്ങളിൽ മഴ ഉണ്ടാകും, ശക്തമായ മഴയുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതേപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ സമിതിയും ജനങ്ങൾക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ പലരും മുന്നൊരുക്കത്തിലായിരുന്നു. നീണ്ട പെരുന്നാൾ അവധി ദിനങ്ങളിലായിരുന്നു UAE. ഇന്നലെയാണ്, തിങ്കളാഴ്ചയാണ് അതിനുശേഷം ഓഫീസുകൾ തുറന്നത്. അപ്പോൾ തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇന്ന് എല്ലാവരും വീട്ടിൽ തുടരണം, അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തേക്ക് ഇറങ്ങേണ്ടതില്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ് ദേശീയ ദുരന്ത നിവാരണ സമിതി നൽകിയിട്ടുള്ളത്. കാരണം പല സ്ഥലങ്ങളിലും മലവെള്ളപ്പാച്ചിലുകളുണ്ട്. അതേപോലെ തന്നെ ഫരിഷ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒട്ടുമിക്ക റോഡുകളും വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. സുപ്രധാന റോഡുകളിലടക്കം വെള്ളക്കെട്ടാണ്. അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ മുനിസിപ്പാലിറ്റി ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ദുബൈ, ഷാർജ, അജ്മാൻ തുടങ്ങിയ എമിറേറ്റുകളിൽ അനുഭവപ്പെട്ട ഏറ്റവും ശക്തമായ മഴയായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത് എന്ന് വേണം പറയാൻ. അത്രയും വെള്ളം പല ഭാഗങ്ങളിലും ഉയർന്നിട്ടുണ്ട്. വാഹനവുമായി ഇറങ്ങാൻ കഴിയാത്ത വിധത്തിൽ, ആളുകൾക്ക് റോഡ് മുറിച്ച് കടക്കാൻ കഴിയാത്ത വിധത്തിൽ പലയിടങ്ങളിലും വെള്ളം ഉയർന്നിട്ടുണ്ട്. ഫരിഷ, ശരി, നമുക്ക് ഒമാനിലെ സ്ഥിതിഗതികൾ കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ബിനു എസ് കൊട്ടാരക്കര വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ബിനു, ഈ 3 ദിവസങ്ങളിലായി പെയ്ത മഴയിൽ 18 ജീവനുകളാണ് നഷ്ടമായത്. എനിക്ക് തോന്നുന്നു ഒമാനിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ, ഇത്തരത്തിൽ മരണമടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചത് എന്ന്. എന്താണ് നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്? മഴ എത്രത്തോളം ശക്തമാണ് അവിടെ? ഫാരിഷ, മസ്കറ്റ് അടക്കമുള്ള ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ ഇപ്പോഴും ശക്തമായ മഴയാണ് നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. അധികൃതരുടെ ഭാഗത്തു നിന്ന് മൊബൈൽ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ ജനങ്ങൾക്ക് സന്ദേശമായി ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒമാനിൽ 3 ദിവസങ്ങളിലായി പെയ്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലാണ് എപ്പോഴും ഉള്ളത്. വാദികളിലും മറ്റും അകപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയും റോയൽ ഒമാനും പോലീസും ചേർന്ന് രക്ഷിക്കുകയുണ്ടായി. ഉൾഗ്രാമങ്ങളിലെ റോഡുകൾ പലതും തകർന്നു കിടക്കുകയാണ്. ഇത് അധികൃതർ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. വാഹനം ഓടിക്കുന്നവർ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം മുസന്തം, ബുറേമി, ദാഹിറ, തെക്ക് വടക്ക് ബാത്തിന, ഡാഹിലിയ, മസ്കറ്റ്, തെക്ക് വടക്ക് ഷർക്കിയ ഗവർണറേറ്റുകളിൽ, അൽവുസ്ത തുടങ്ങിയ ഗവർണറേറ്റുകളിൽ ശക്തമായ മഴയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്ക ഗവർണറേറ്റുകളിലെയും വാദികൾ നിറഞ്ഞു ഒഴുകുന്ന ഒരു അവസ്ഥയുമുണ്ട്. ദോഫർ, അൽവുസ്ത ഒഴികെയുള്ള എല്ലാ ഗവർണറേറ്റുകളിലെയും സ്കൂളുകൾക്ക് ബുധനാഴ്ചയും വിദ്യാഭ്യാസ മന്ത്രാലയം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കനത്ത മഴയിൽ വടക്കൻ ഷർക്കിയയിലെ സമർഷാൻ വാദിയിൽ അകപ്പെട്ട് കുട്ടികൾ മരിച്ച സംഭവത്തിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള കരുത്ത് നൽകാനും അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും സർവശക്തനോട് പ്രാർത്ഥിക്കുകയാണെന്നും സുൽത്താന്റെയും തന്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് ആഭ്യന്തര മന്ത്രി അറിയിച്ചിട്ടുണ്ട്. പരിശ, ശരി, ബിനു, നോക്കൂ, ഇപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്? ഒപ്പം തന്നെ വരും ദിവസങ്ങളിലും മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഫരിഷ, വാദികളിലും മറ്റും അകപ്പെട്ട ആയിരക്കണക്കിന് ആളുകളെയാണ് സിവിൽ ഡിഫൻസ് ആംബുലൻസ് അതോറിറ്റിയുടെയും റോയൽ ഒമാൻ പോലീസിന്റെയും നേതൃത്വത്തിൽ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ പറയുന്നതനുസരിച്ച് ബുധനാഴ്ച വൈകിട്ടോടെ മഴയുടെ ശക്തി കുറയും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഒമാനിലെ എല്ലാ ഗവർണറേറ്റിലേക്കുമുള്ള മോസലാത്തിന്റെ ഇന്റർസിറ്റി ബസ് സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. സേവനം പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് വിവരങ്ങൾ മോസലാത്തിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അറിയിക്കും. ശക്തമായ പൊടിക്കാറ്റിന്റെ അനന്തരഫലമായി തുമ്രയത്ത് സലാല റോഡിൽ ഇരുവശങ്ങളും മണൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഈ പാതയിലൂടെ യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റോഡിലേക്ക് കയറിയ മണലുകൾ നീക്കാനുള്ള ശ്രമവും റോയൽ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. പരിശ, ശരി ബിനു.
ഇനി സൗദിയിലേക്ക് കടന്നാൽ അവിടെയും വിവിധ പ്രവിശ്യകളിൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് മഴയെത്തിയത്. കിഴക്കൻ പ്രവിശ്യയിലും റിയാദ്, തബൂക്ക്, ഹായിൽ ഭാഗങ്ങളിലും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് ഇന്നലെയും ഇന്നുമായി പെയ്തത്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് ജാഗ്രത പുലർത്താൻ സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയിൽ കുതിർന്ന് സൗദിയിലെ വിവിധ നഗരങ്ങൾ. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് സൗദി കിഴക്കൻ പ്രവിശ്യയിൽ ഇന്നലെയും ഇന്നുമായി പെയ്തൊഴിഞ്ഞത്. ശക്തമായ കാറ്റോട് കൂടിയെത്തിയ മഴയിൽ റോഡുകളിലും അണ്ടർപാസുകളിലും വെള്ളം നിറഞ്ഞു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി താഴ്ന്ന പ്രദേശങ്ങളിലെ റോഡുകളും അണ്ടർപാസുകളും ട്രാഫിക് വിഭാഗം അടച്ചിട്ടത് നീണ്ട ഗതാഗത തടസ്സത്തിന് ഇടയാക്കി. UAE സൗദി അതിർത്തിയായ ബത്ഹയിൽ മഴവെള്ളപ്പാച്ചിലിൽ വാഹനങ്ങൾ ഒലിച്ചുപോയി. ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തബൂക്ക്, ഹായിൽ, മക്ക ഭാഗങ്ങളിലും മഴയെത്തിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് കിഴക്കൻ പ്രവിശ്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകി. സർക്കാർ സ്ഥാപനങ്ങളിലും സ്വകാര്യ കമ്പനികളിലും ഇന്ന് ഹാജർ നില കുറവായിരുന്നു. ബുധനാഴ്ച വരെ രാജ്യത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളപ്പൊക്ക സാധ്യതയുള്ള ഇടങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുവാൻ സിവിൽ ഡിഫൻസും മുന്നറിയിപ്പ് നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. ഖത്തറിലും വ്യാപകമായി ഇടിയോട് കൂടിയ മഴയാണ് ലഭിച്ചത്. നാളെ രാവിലെ വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. സീലൈൽ ബീച്ചിൽ കുളിക്കാനിറങ്ങിയ സിറിയൻ ഡോക്ടർ മുങ്ങി മരിച്ചു. അയൽ രാജ്യങ്ങളിൽ തിമിർത്തു പെയ്യുന്ന മഴയുടെ പ്രഭാവം ഖത്തറിലും പ്രകടമായിരുന്നു. ഇന്നലെ രാത്രിയോടെയാണ് ഖത്തറിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇടിയോടുകൂടി മഴ തുടങ്ങിയത്. രാജ്യത്തിന്റെ വടക്കൻ മേഖലയിലാണ് കൂടുതൽ മഴ ലഭിച്ചത്. തീരപ്രദേശങ്ങളിൽ ശക്തമായ കാറ്റും വീശി. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. സീലൈൻ ബീച്ചിൽ ഡോക്ടർ മുങ്ങി മരിച്ചു. ഹമദ് ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്ന സിറിയക്കാരനായ മാജിദ് സുലൈമാൻ അൽ ഷനൂർ അൽ നുആമിയാണ് മരിച്ചത്. ശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് സ്കൂളുകളിൽ ഇന്ന് പഠനം ഓൺലൈൻ വഴിയാണ് നടന്നത്. മന്ത്രാലയങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലും ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സൗകര്യം പ്രഖ്യാപിച്ചിരുന്നു. നാളെ രാവിലെ വരെ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ആലിപ്പഴ വീഴ്ചയ്ക്കും സാധ്യതയുണ്ട്. മീഡിയ 1, ദോഹ. സൗദിയിലെ കനത്ത മഴയ്ക്ക് കാരണം ന്യൂനമർദ്ദമെന്ന് സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം. കാലം തെറ്റിയെത്തിയ മഴ അടുത്ത ദിവസങ്ങളിൽ കൂടി തുടരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലും റിയാദ്, തബൂക്ക്, ഹായിൽ ഭാഗങ്ങളിലുമാണ് 2 ദിവസമായി മഴ തിമിർത്ത് പെയ്യുന്നത്. പുതുതായി രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് സൗദിയിലും GCC രാജ്യങ്ങളിലും പരക്കെ മഴയ്ക്കിടയാക്കിയതെന്ന് സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം വിശദീകരിച്ചു. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിലും റിയാദ്, തബൂക്ക്, ഹായിൽ, മക്ക, വടക്കൻ അതിർത്തി പ്രദേശങ്ങളിലുമാണ് 2 ദിവസമായി തുടർച്ചയായി മഴ പെയ്യുന്നത്. കിഴക്കൻ പ്രവിശ്യയിലും റിയാദിന്റെ ചില ഭാഗങ്ങളിലും അതിശക്തമായ മഴയാണ് ഇന്നലെയും ഇന്നുമായി പെയ്തത്. മഴയെ തുടർന്ന് മിക്കയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. ഇടിമിന്നലോട് കൂടിയാണ് മഴയെത്തുന്നത്. ഒപ്പം കാറ്റും മഴയുടെ ശക്തി വർദ്ധിക്കാൻ ഇടയാക്കി. അൽഹസയിൽ ആലിപ്പഴ വർഷത്തോടെയാണ് മഴയെത്തിയത്. ഖമീസ് ഭാഗങ്ങളിൽ മഴക്കൊപ്പം പൊടിക്കാറ്റും അനുഭവപ്പെട്ടു. ഇത് ദൂരക്കാഴ്ച മറക്കുന്നതിനും ഇടയാക്കി. മഴ വരും ദിവസങ്ങളിൽ കൂടി തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി. കാലാവസ്ഥയിലെ മാറ്റം കണക്കിലെടുത്ത് താഴ്വരകളിൽ നിന്നും വെള്ളക്കെട്ടുകൾ രൂപപ്പെടാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് നിർദ്ദേശം നൽകി. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. കുവൈത്ത് ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അസബ US പ്രതിരോധ മന്ത്രി ലോയിഡ് ഓസ്റ്റിനുമായി ചർച്ച നടത്തി. ഫോണിൽ ബന്ധപ്പെട്ട ഇരുവരും പൊതുവായ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനുള്ള ഉത്തരവാദിത്തങ്ങൾ UN സെക്യൂരിറ്റി കൌൺസിൽ ഏറ്റെടുക്കേണ്ടതിന്റെ പ്രാധാന്യം ആവശ്യപ്പെടുന്ന കുവൈത്തിന്റെ നിലപാട് ഷെയ്ഖ് ഫഹദ് ആവർത്തിച്ചതായി കുവൈത്ത് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇൻഷുറൻസ് മേഖലയിലെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ജോലികളിൽ സൗദിവൽക്കരണം പ്രാബല്യത്തിലായി. വിൽപ്പനയുമായി ബന്ധമില്ലാത്ത ജീവനക്കാർ വിൽപ്പനയുടെ കമ്മീഷൻ സ്വീകരിക്കാൻ പാടില്ലെന്നും വ്യവസ്ഥയുണ്ട്. പദ്ധതി നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കൃത്യമായ നിരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് ഇൻഷുറൻസ് അതോറിറ്റി അറിയിച്ചു.
ഇൻഷുറൻസ് മേഖലയിൽ വിൽപ്പനയുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും സ്വദേശീവൽക്കരിക്കാനായിരുന്നു മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ തീരുമാനം. ഏപ്രിൽ പകുതിയോടെ ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ഇൻഷുറൻസ് അതോറിറ്റി പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ വിൽപ്പന മേഖലയിലല്ലാതെ ജോലി ചെയ്യുന്ന ഇൻഷുറൻസ് മേഖലയിലെ മറ്റു ജീവനക്കാർക്ക് വിൽപ്പനയുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ സ്വീകരിക്കാൻ പാടില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. ഇൻഷുറൻസ് മേഖലയിലെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ജോലികൾ ഇനി വിദേശികൾ ചെയ്യുന്നത് നിയമവിരുദ്ധമായി കണക്കാക്കും. സൗദി പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ഇൻഷുറൻസ് മേഖലയുടെ സാമ്പത്തിക ക്രയവിക്രയം മെച്ചപ്പെടുത്തുകയുമാണ് മന്ത്രാലയത്തിന്റെ ലക്ഷ്യം. വിൽപ്പന മേഖലയെ സ്വദേശിവൽക്കരിക്കാനുള്ള തീരുമാനം ഈ മേഖലയെ മാത്രമല്ല സൗദിവൽക്കരണത്തിന്റെ മൊത്ത നിരക്കിലും കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നാണ് പ്രതീക്ഷ. തീരുമാനം നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ കൃത്യമായ നിരീക്ഷണങ്ങളുണ്ടാകുമെന്നും അതോറിറ്റി അറിയിച്ചു. മീഡിയ 1 ജിദ്ദ. സൈനിക ക്യാമ്പിന് സമീപം വെടിവെപ്പ് നടത്തിയതിന് കുവൈത്തി പൗരൻ അറസ്റ്റിൽ. സബ്ഹാനിലെ സൈനിക ക്യാമ്പ് ഗേറ്റിന് സമീപമാണ് സ്വദേശി പൗരൻ വെടിയുതിർത്തത്. പ്രതിയിൽ നിന്നും 2 തോക്കുകളും വെടിയുണ്ടകളും കത്തികളും പിടിച്ചെടുത്തു. ചോദ്യം ചെയ്യലിൽ പക്ഷികളെ വേട്ടയാടാൻ വെടി ഉതിർത്തതാണെന്ന് പ്രതി പറഞ്ഞു. പ്രതിയെ തുടർ നടപടികളുടെ ഭാഗമായി സെൻട്രൽ ജയിലിലേക്ക് റഫർ ചെയ്തു. വീണ്ടും വാർത്തകളിലേക്ക്. ബഹ്റൈനിൽ വ്യാപകമായി പെയ്ത കനത്ത മഴ റോഡുകളിൽ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും ഉണ്ടാക്കി. നാളെ വരെ അസ്ഥിരമായ കാലാവസ്ഥ തുടരുമെന്നും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 2 ദിവസം കൂടി അവധി പ്രഖ്യാപിച്ചു. രാജ്യത്ത് ശക്തമായി പെയ്ത മഴ പ്രധാന പാതകളിലടക്കം റോഡുകളിൽ വ്യാപകമായി വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും സൃഷ്ടിച്ചു. ഏറെ പണിപ്പെട്ടാണ് അധികൃതർ പലയിടങ്ങളിലും ഗതാഗതം സുഗമമാക്കിയത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമുഴക്കത്തോടെയാണ് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തുടർച്ചയായി മഴ പെയ്തത്. കടലിൽ മത്സ്യബന്ധനത്തിനും നീന്തലിനും വിലക്കേർപ്പെടുത്തിയതായി കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. ദുഷ്കരമായ കാലാവസ്ഥ പരിഗണിച്ച് രാജ്യത്തെ വിദ്യാലയങ്ങൾക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നൽകിയ അവധി ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിലേക്ക് കൂടി നീട്ടിയതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ഇനി ഞായറാഴ്ചയായിരിക്കും ക്ലാസുകൾ പുനരാരംഭിക്കുക. പലയിടങ്ങളിലും വെള്ളക്കെട്ടിന് ഇതേവരെ ശമനമായിട്ടില്ല. മഴ മൂലം പലരുടെയും വീടുകളിലേക്ക് വെള്ളം കയറുകയും നിരവധിയിടങ്ങളിൽ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. റോഡുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് പമ്പ് ഉപയോഗിച്ച് വെള്ളം വലിച്ചെടുക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുകയാണ്. പൊതുമരാമത്ത്, മുനിസിപ്പൽ, നഗരാസൂത്രണകാര്യ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും മുനിസിപ്പൽ അധികാരികളും ചേർന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. രാജ്യത്ത് മഴ തുടരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. ട്രാഫിക് പോലീസിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ആവശ്യമായ അടിയന്തര സഹായങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് 999 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കരുതെന്നും വേഗത കുറച്ച് വാഹനങ്ങൾ ഓടിക്കണമെന്നും മറ്റു വാഹനങ്ങളുമായി സുരക്ഷാ ദൂരം പുലർത്തണമെന്നും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് നിർദ്ദേശിച്ചു. സഹായങ്ങൾ വേണ്ടിവന്നാൽ 17 54 55 44 എന്ന നമ്പറിൽ വിളിക്കാം. ഇടറോഡുകളാണെങ്കിൽ 80008188 എന്ന നമ്പറിലും, വൈദ്യുതി തകരാർ സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് 17 51 55 55 എന്ന നമ്പറിലും ബന്ധപ്പെടാം. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ഉംറ ആൻഡ് സിയാറ ഫോറത്തിന് തിങ്കളാഴ്ച മദീനയിൽ തുടക്കമാകുമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം. പുതിയ അവസരങ്ങളും നൂതന തൊഴിൽ മേഖലകളും ഫോറത്തിൽ പ്രഖ്യാപിക്കാനും മന്ത്രാലയത്തിന് പദ്ധതിയുണ്ട്. കൂടാതെ തീർത്ഥാടകർക്ക് കൂടുതൽ സേവനങ്ങൾ നൽകുന്നതിനായി നിരവധി കരാറുകളും ഒപ്പുവയ്ക്കും. പ്രവാചക നഗരിയിൽ തിങ്കളാഴ്ച മുതൽ 3 ദിവസം നീണ്ടു നിൽക്കും വിധമാണ് ഉംറ ആൻഡ് സിയാറ ഫോറം ക്രമീകരിച്ചിട്ടുള്ളത്. മദീന റീജിയൻ ഗവർണർ സൽമാൻ ബിൻ സുൽത്താൻ ബിൻ അബ്ദുൽ അസീസ് രാജകുമാരന്റെ മേൽനോട്ടത്തിലാണ് ഫോറം. മക്ക, മദീന എന്നീ പുണ്യനഗരങ്ങൾ സന്ദർശിക്കുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും അവർക്ക് മെച്ചപ്പെട്ട അനുഭവം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയുമാണ് ഫോറത്തിന്റെ ലക്ഷ്യം. സൗദി വിഷൻ 2030 കീഴിലുള്ള പിൽഗ്രിം എക്സ്പീരിയൻസ് പ്രോഗ്രാമുമായി സഹകരിച്ചാണ് പരിപാടി. സർക്കാർ ഉദ്യോഗസ്ഥർ, ട്രാവൽ ഏജൻസികൾ, തീർത്ഥാടന ടൂറിസം കമ്പനികൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ മേഖലയിലെ പങ്കാളികൾ എന്നിവർക്ക് പുറമെ ഇൻഷുറൻസ്, ആരോഗ്യം, ഗതാഗതം, സാങ്കേതികം എന്നീ മേഖലകളിലുള്ളവരും ഫോറത്തിൽ പങ്കെടുക്കും. പൊതു സെഷനുകളിലും വർക്ക്ഷോപ്പുകളിലും പങ്കെടുക്കുന്നവർക്ക് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുവാനുള്ള അവസരങ്ങളുമുണ്ട്. കൂടാതെ എക്സിബിഷനിൽ പങ്കെടുക്കുന്ന കമ്പനികൾ തീർത്ഥാടകരുടെ യാത്ര മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അവരുടെ നൂതന സേവനങ്ങളും പദ്ധതികളും അവതരിപ്പിക്കും. ഫോറത്തിൽ പുതിയ അവസരങ്ങളും തൊഴിൽ മേഖലകളും പ്രഖ്യാപിക്കാനും ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന് പദ്ധതിയുണ്ട്. മക്ക, മദീന, മറ്റു സുപ്രധാന ഇസ്ലാമിക സൈറ്റുകൾ എന്നിവിടങ്ങളിൽ സന്ദർശകർക്ക് കൂടുതൽ സേവനങ്ങൾ നൽകുന്നതിനുള്ള നിരവധി കരാറുകൾ ഫോറത്തിൽ ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രാലയം അറിയിച്ചു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. കുവൈറ്റിൽ നിന്നും പുറപ്പെടുന്ന ഹജ്ജ് തീർത്ഥാടകർ സൗദി സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ആരോഗ്യ വ്യവസ്ഥകൾ പാലിക്കണമെന്ന് അധികൃതർ പറഞ്ഞു. ഹജ്ജ് യാത്രക്കാർ
മെനിഞ്ചൈറ്റിസ്, COVID-19, ഇൻഫ്ലുവൻസ തുടങ്ങിയ ആവശ്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ സ്വീകരിക്കണം. തീർത്ഥാടകർ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണമെന്നും വാക്സിനേഷനായി പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ സൗകര്യമൊരുക്കിയതായും അധികൃതർ അറിയിച്ചു. ഹജ്ജ് ആരോഗ്യ സർട്ടിഫിക്കറ്റുകൾ പ്രിവന്റീവ് ഹെൽത്ത് സെന്ററുകൾ വഴിയായിരിക്കും വിതരണം ചെയ്യുക. സൗദിക്ക് പുറത്തുള്ള എല്ലാ തീർത്ഥാടകർക്കും അംഗീകൃത വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാണ്. ഹജ്ജിന് പുറപ്പെടുന്നവർ യാത്രയുടെ 10 ദിവസങ്ങൾ മുൻപെങ്കിലും പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണം. ഹജ്ജ് കാരവാനുകളിൽ ജോലി ചെയ്യുന്നവരും പ്രതിരോധ കുത്തിവയ്പ്പുകൾ സ്വീകരിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി. കുവൈത്തിൽ വൈദ്യുതി ബില്ലും വെള്ളക്കരവും കുടിശ്ശികയായവർക്ക് വിസ പുതുക്കുന്നതുൾപ്പെടെയുള്ള ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള സേവനങ്ങൾ ലഭ്യമാകില്ല. വൈദ്യുതി ജല മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും ബന്ധിപ്പിക്കുന്നതോടെയാണ് കുടിശ്ശികയുള്ളവർക്ക് സേവനം മുടങ്ങുക. പിഴയടക്കമുള്ള കുടിശ്ശികകൾ പിരിച്ചെടുക്കുന്ന നടപടികളുടെ ഭാഗമായാണ് പുതിയ നീക്കം. നേരത്തെ പ്രവാസികൾക്ക് യാത്ര ചെയ്യുന്നതിന് മുൻപായി വിവിധ സർക്കാർ വകുപ്പുകളുമായുള്ള കുടിശ്ശിക അടയ്ക്കണമെന്ന നിയമം നടപ്പിലാക്കിയിരുന്നു. വൈദ്യുതി ജല മന്ത്രാലയത്തിന്റെ വെബ് പോർട്ടൽ വഴിയോ സർക്കാർ ഏകജാലക സംവിധാനമായ സഹേൽ ആപ്ലിക്കേഷൻ വഴിയോ കുടിശ്ശിക അടച്ചു തീർക്കാം. സുഡാന് $25 ബില്യൺ സഹായം പ്രഖ്യാപിച്ച് ഖത്തർ. രാജ്യത്തെ ആഭ്യന്തര യുദ്ധത്തിന്റെ 1ാം വാർഷികത്തിലാണ് പ്രഖ്യാപനം. സുഡാനിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായവുമായി തുടക്കം മുതൽ ഖത്തർ രംഗത്തുണ്ട്. കഴിഞ്ഞ വർഷം ഖത്തർ $50 മില്യൺ സഹായം നൽകിയിരുന്നു. പാരീസിൽ നടന്ന ഇന്റർനാഷണൽ ഡോണർ കോൺഫറൻസിലാണ് ഖത്തറിന്റെ സഹായ വാഗ്ദാനം. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ സഞ്ചരിച്ചത് 1 ദശലക്ഷം യാത്രക്കാർ. കഴിഞ്ഞ മാർച്ചിലെ യാത്രക്കാരുടെ എണ്ണമാണ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പുറത്തുവിട്ടത്. 5,52,856 യാത്രക്കാർ രാജ്യത്തേക്ക് പ്രവേശിച്ചപ്പോൾ 5,14,818 യാത്രക്കാർ കുവൈത്തിൽ നിന്നും പുറപ്പെട്ടു. വിമാന ഗതാഗതത്തിൽ 7%, ചരക്ക് ഗതാഗതത്തിൽ 14% വർധനവ് രേഖപ്പെടുത്തി. 9,950 ഫ്ലൈറ്റുകളാണ് മാർച്ചിൽ സർവീസ് നടത്തിയത്. അതിനിടെ മുൻവർഷത്തെ അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ 8% കുറവുണ്ടായതായി സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ആക്ടിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ അബ്ദുള്ള അൽ റാഹജി പറഞ്ഞു. കുവൈത്തിൽ പുകവലിക്കാരുടെ എണ്ണം കൂടുന്നു. പുകവലിക്കാരുടെ എണ്ണത്തിൽ ആഗോളതലത്തിൽ 88ാം സ്ഥാനത്തും അറബ് ലോകത്ത് 8ാം സ്ഥാനത്തുമാണ് കുവൈത്ത്. അമേരിക്കൻ പ്ലാറ്റ്ഫോം വൈസ് വാട്ടർ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 9.17% രാജ്യത്തെ പുകവലിക്കാരുടെ എണ്ണം. പുരുഷന്മാരാണ് രാജ്യത്ത് പുകവലിക്കാരിൽ കൂടുതലും. പഠന റിപ്പോർട്ട് അനുസരിച്ച് ദ്വീപ് രാഷ്ട്രമായ നൗറുവാണ് ഏറ്റവും കൂടുതൽ പുകവലിക്കാരുള്ള രാജ്യം. അറബ് മേഖലയിൽ ലെബനൻ 1ാം സ്ഥാനത്തും ജോർദാൻ 2ാം സ്ഥാനത്തുമാണ്. പുകയില നിയന്ത്രണ ശ്രമങ്ങളിൽ ആഗോളതലത്തിൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും നിരക്ക് ഇപ്പോഴും കൂടുകയാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. വർദ്ധിച്ചുവരുന്ന പുകവലിക്കെതിരെ ശക്തമായ നടപടികളാണ് കുവൈത്ത് സ്വീകരിച്ചു വരുന്നത്. ഗൾഫ് മാധ്യമം പത്രം പിറവിയെടുത്തിട്ട് ഇന്ന് 1/4 നൂറ്റാണ്ട് തികയുന്നു. 1999 ഏപ്രിൽ 16 ഗൾഫ് മാധ്യമത്തിന്റെ ആദ്യ എഡിഷൻ ബഹ്റൈനിൽ തുടക്കം കുറിച്ചത്. 6 ഗൾഫ് രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന പ്രഥമ അന്താരാഷ്ട്ര ഇന്ത്യൻ ദിനപത്രം എന്ന പദവിയും ഗൾഫ് മാധ്യമത്തിന് സ്വന്തം. കുറഞ്ഞ കാലയളവിനുള്ളിൽ വൻ കുതിപ്പാണ് ഗൾഫ് മാധ്യമം നേടിയത്. ബഹ്റൈനു പിന്നാലെ 2002 UAE, 2003 ഖത്തർ, 2006 കുവൈത്ത്, അതേ വർഷം തന്നെ സൗദി അറേബ്യ, 2010 ഒമാൻ എന്നീ രാജ്യങ്ങളിലും ചുവടുറപ്പിക്കാൻ ഗൾഫ് മാധ്യമത്തിനായി. സൗദി അറേബ്യയിൽ ജിദ്ദയ്ക്ക് പുറമെ റിയാദ്, ദമ്മാം പ്രവിശ്യകളിലും ഗൾഫ് മാധ്യമത്തിന്റെ എഡിഷനുകൾ പിറന്നു. പ്രവാസി മലയാളി സമൂഹം ഇരു കൈകളും നീട്ടി പത്രത്തെ നെഞ്ചേറ്റുകയായിരുന്നു. മാധ്യമമാണെങ്കിൽ എല്ലാ സമൂഹങ്ങൾക്കും എല്ലാ സമുദായങ്ങൾക്കും തുല്യമായ ഒരു പരിഗണന നൽകിക്കൊണ്ട് തന്നെ മാധ്യമം പുരോഗമിക്കണം എന്നതാണ് നമ്മുടെ ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വാർത്താ മാധ്യമങ്ങളിൽ ഒരു വഴിത്തിരിവ് എന്ന മുദ്രാവാക്യം തന്നെ നാം സ്വീകരിച്ചത്. പ്രിന്റിനു പുറമെ ഡിജിറ്റൽ മേഖലയിലും വിവിധ ഇവൻസുകളിലും വിജയക്കൊടി പാറിക്കാനും ഗൾഫ് മാധ്യമത്തിനായി. അക്ഷരവീട്, മധുരമൻ മലയാളം, എജു കഫേ, എൻ്റെ സ്വന്തം മലയാളം, ഷീക്യു ഉൾപ്പെടെ ഗൾഫ് മാധ്യമം സംഘടിപ്പിച്ചത് എണ്ണമറ്റ വേറിട്ട പരിപാടികൾ. പത്രം എന്നുള്ളൊരുപരി ഗൾഫ് മാധ്യമം ഇപ്പോൾ കൂടുതൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഈവൻറ്റുകൾ. അതിൽ കമോൺ കേരള, ഏറ്റവും വലിയ വാണിജ്യ വിനോദ മേളയായ കമോൺ കേരള UAE നടത്തപ്പെടുന്നു. അതുപോലെ തന്നെ എജു കാഫെ, എല്ലാ രാജ്യങ്ങളിലും നടത്തപ്പെടുന്ന എജു കാഫെ കുട്ടികളുടെ കരിയർ ഗൈഡൻസിനെ സഹായിക്കുന്ന എജു കാഫെ നടത്തുന്നു. പിന്നെ ഒട്ടനവധി ഈവൻസുകളിൽ ഏറ്റവും മുന്നിൽ ഗൾഫിൽ നിൽക്കുന്ന മാധ്യമ സ്ഥാപനമായി മീഡിയ ഹൗസായിട്ട് ഗൾഫ് മാധ്യമം ഇപ്പോഴും നിലനിർത്തുന്നു.
ഉറപ്പിച്ചു നിൽക്കുന്നുണ്ട്. ഹാർമോണിയസ് കേരള ഉൾപ്പെടെ ഗൾഫ് മാധ്യമം ആവിഷ്കരിച്ച സംരംഭങ്ങൾക്കും വൻ പിന്തുണയാണ് പ്രവാസ ലോകത്തു നിന്നും ലഭിച്ചത്. മീഡിയ 1 ദുബൈ. മീഡിയ സ്റ്റോർ തുടരുന്നു. ഖത്തർ വേദിയാകുന്ന ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക് ലോകകപ്പിന് നാളെ തുടക്കമാകും. 55 രാജ്യങ്ങളിൽ നിന്നുള്ള 55 വനിതാ ജിംനാസ്റ്റുകളും 95 പുരുഷ അത്ലറ്റുകളും വിവിധ ഇനങ്ങളിൽ മത്സരിക്കും. ഈ വർഷത്തെ പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടാൻ അത്ലറ്റുകൾക്കുള്ള അവസാന അവസരം കൂടിയാണിത്. സൗദിയിലെ ദമാമിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മലയാള നാടക കലാകാരൻ ജോബി ടി ജോർജ് അന്തരിച്ചു. കൊല്ലം തിരുത്തിക്കര സ്വദേശിയാണ്. അർബുദബാധയെ തുടർന്ന് ദമാമിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. 22 വർഷമായി ദമാമിലെ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു ജോബി. ദമാം നാടകവേദി സജീവ പ്രവർത്തകനായ ജോബി നാടകവേദിയുടെ 6ാമത് നാടകമായ ഇതിഹാസത്തിലെ പ്രധാന കഥാപാത്രമായ ഷേക്സ്പിയറായി വേഷമിട്ടിരുന്നു. സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീമിന്റെ മോചനത്തിന് 34 കോടി സമാഹരിക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദം പങ്കിട്ട് ദുബൈയിലെ പ്രവാസി സമൂഹം. പെരുന്നാൾ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ നാട്ടിൽ നിന്നെത്തിയ നിരവധി കലാസംഗീത പ്രതിഭകളുടെ സാന്നിധ്യത്തിലായിരുന്നു ആഘോഷം. സൗഹൃദ സംഗമം ECH ഡിജിറ്റൽ CEO ഇഖ്ബാൽ മാർക്കോണിയുടെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ചു. നജീബ്, നടൻ വിനോദ് കോവൂർ, സംവിധായകൻ സക്കറിയ, മാപ്പിളപ്പാട്ടുഗായകരായ കണ്ണൂർ ഷരീഫ്, രഹന ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ആശ്രയം UAEയുടെ ഈദാഘോഷ പരിപാടി അജ്മാനിൽ നടന്നു. അനുരാമത്തായി ഉദ്ഘാടനം ചെയ്തു. റഷീദ് കോട്ടയിൽ അധ്യക്ഷത വഹിച്ചു. നിസാർ തളങ്കര മുഖ്യാതിഥിയായി. ഇസ്മായിൽ റാവുത്തർ, സുനിൽ പോൾ, നെജി ജെയിംസ് എന്നിവർ സംസാരിച്ചു. ആശ്രയം മ്യൂസിക് ക്ലബിന്റെ ലോഗോ പ്രകാശനവും ഡയറക്ടറിയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. റമദാൻ ക്വിസ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രജര ചാവക്കാട് UAEയുടെ ഈദ്, വിഷു, ഈസ്റ്റർ കുടുംബ സംഗമം അജ്മാനിൽ നടന്നു. KV സുശീലൻ ഉദ്ഘാടനം ചെയ്തു. ഹാഷിം അബ്ബാസ് മുഖ്യാതിഥിയായി. സംഗീത നിശയും കലാപരിപാടികളും അരങ്ങേറി. ഷാജി M അലി, ഫാറൂഖ് തെക്കത്ത്, ഫിറോസ് അലി എന്നിവർ നേതൃത്വം നൽകി. കൊല്ലം ജില്ലാ പ്രവാസി സമാജം കുവൈത്ത് 17ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. സ്നേഹനിലാവ് ഈദ് സംഗമം എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഹരിത് കേലത്ത് ചാലഞ്ച് ഉദ്ഘാടനം ചെയ്തു. ബിനിൽ, തമ്പി ലൂക്കോസ്, രഞ്ജന ബിനിൽ എന്നിവർ സംസാരിച്ചു. സമാജം അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടിയും നൃത്തവും നാടൻപാട്ടും പരിപാടികൾക്ക് മിഴിവേകി. 10ാം തരത്തിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. ബൈജു മിഥുൻ, അനിൽകുമാർ, സലിൽ വർമ്മ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.